സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തെയ്യച്ചമയങ്ങളുടെ കലാകാരനായ വൈഷ്ണവിനെയാണ്. ശ്രീ മനോഹരൻ പണിക്കരുടെ മകനാണ് വൈഷ്ണവ്. ഇതാണ് നമ്മുടെ വൈഷ്ണവ് പണിക്കർ. നമ്മുടെ ഈ തെയ്യച്ചമയങ്ങളെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വൈഷ്ണവിനോട് തന്നെ ചോദിക്കാം. അപ്പം ആദ്യമായിട്ട് ഈ ഒരു സാധനം ഇത് എന്താണ്, ഏത് തെയ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഇതിന് കൊരലാരെന്ന് പറയും. നമ്മളെ ഗുളിയൻ്റെ വെള്ളാട്ടത്തിന്, ശാസ്തപ്പൻ്റെ വെള്ളാട്ടത്തിന്, പിന്നെ കണ്ടാറിൻ്റെ വെള്ളാട്ടത്തിന് ഇതെല്ലാം ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ ഈ വളകൾ പല സൈസിൽ കാണുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം? അത് മുൻകൈ വളാന്നുണ്ട്, തണ്ടവളാണ്. മുൻകൈ വള എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ 2 വള ചെറുത് ഇതിലിടും. ഈ ചെറുത് ഈ വലിയ വള മുകളിലത്തെ തണ്ടവള നമ്മുടെ മസിലിന് ഇങ്ങോട്ട്. വളകൾ ഏത് മരത്തിനെ കൊണ്ട് എങ്ങനെയാണ്? ഇത് മരം തന്നെയാണ്, മുരിക്കാൻ കൊണ്ട് തന്നെ. അത് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് അത് അപ്പനെ വൈഷ്ണവ് സഹായിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് കാണാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ്. ഇത് ഏന് വരുന്നത് ഇതിൻ്റെ? ഇതിപ്പോൾ ശാസ്തപ്പനുണ്ട്, കണ്ടാകരണ ഒക്കെ കിട്ടും. താടിയാണ് അല്ലേ? ഇത് താടി, ഇത് മീശ. ഇത് താടി, മീശ. ഇത് എല്ലാ ദൈവത്തിനും ഒരു പോലെ തന്നെയാണ് വരുന്നത്. കണ്ടാകരണവും ശാസ്തപ്പനും ഇതാകുന്നത്. ഇത് ചെവി. ഇത് മുഖശോഭ എന്ന് പറയും. മുഖശോഭ ശാസ്തപ്പൻ ദൈവത്തിന്. ഇത് മുഖത്തിൻ്റെ 2 സൈഡിലായിട്ട് വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പട്ടം എന്ന് പറയുമ്പം നെറ്റിപ്പട്ടം, ശാസ്തപ്പൻ്റെ നെറ്റിയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സാധനം അത് കഴുത്തിൽ കെട്ട്. അതും എല്ലാ ദൈവത്തിനും വരുന്നത് കഴുത്തിൽ. ഓക്കെ. നമ്മൾ നെക്ലേസ് എല്ലാം മാതിരി ഇല്ലേ? ഓക്കെ. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആഭരണങ്ങളുണ്ട്. അപ്പം നമ്മളിതൊന്നും ഇത്ര അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇതെന്നാ സംഭവം? ഇത് നമ്മളെ ഗുളികൻ വെള്ളാട്ടം, ശാസ്ത്രവും വെള്ളാട്ടത്തിൻ്റെ എല്ലാം ബൈയിൽ കെട്ടുന്ന വെള്ളാട്ടത്തിൻ്റെ ബൈത്തട്ടാന്ന് പറയാ. ബൈത്തക്ക. ഇത് എവിടെയാ? കഴുത്തിനാണോ കിട്ടുന്നത് അല്ല തല? ബേക്കിൽ തലക്ക കിട്ടുന്നത് അല്ലേ? ഇതിൻ്റെ തുന്നൽപ്പണികളും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു കിരീടം മാതിരി ഉള്ളത്. നമ്മൾ ശാസ്ത്രപ്പം കഴിയുന്ന സമയത്തുള്ളത്. കൊട്ടിക്കലാശം വരുന്ന സമയത്ത് ഇത് പീലിമുടി എന്നതിൻ്റെ പേര്. പീലിമുടി. ഇത് ഊരി എടുക്കുന്നതിനല്ലേ? ഇത് തെയ്യം കലാശം ചെയ്യുന്ന സമയത്താണ് ഇത് വെക്കുക ആദ്യം ഉണ്ടാവില്ല, കഴിയുന്ന സമയത്ത്. ഇത് തലയിൽ വെക്കുക. അങ്ങനെ തലയിൽ വെച്ചിട്ട് കിട്ടും. അപ്പോൾ വൈഷ്ണവേ, ഈ നിരത്തിയ ഈ ഇതുണ്ടല്ലോ, ഇത് എവിടെ ഉപയോഗിക്കുന്ന? ഇത് നമ്മൾ ശാസ്തപ്പൻ്റെ അരക്കെട്ടായിട്ട് ഒട. ഇതിന് പേര് ചെണ്ടുവളയൻ. ചെണ്ടുവളയൻ. ഇത് ബസൂരിമാലക്കുണ്ട്. ഇതേ സാധനം തന്നെ ബസൂരിമാലക്കും കുറച്ച് ദൈവത്തിന് കിട്ടും. ബാക്കിയുള്ള ഈ സാധനമെല്ലാം ഇത് വെള്ളാട്ടത്തിൻ്റെ. ഏത് വെള്ളാട്ടത്തിൻ്റെ? നമ്മളെ ഗുളിയൻ വെള്ളാട്ടം, ഗുളികൻ്റെതും ശാസ്തപ്പൻ്റെയും ഇതേ സാധനം തന്നെ. പിന്നെ നമ്മളെ വിഷ്ണുപുരത്ത് തോട്ടത്തിനെല്ലാം കിട്ടും. പരമാവധി തോട്ടത്തിനെല്ലാം കിട്ടും സാധനം. ശരി. ഈ സാധനം വരുന്നത് ഇതെല്ലാം ഒരു സെറ്റാണ്. നമ്മൾ അരക്കെട്ടിൻ്റെ ഒരു സെറ്റ്. ഇത് കച്ചില. ഇതെല്ലാം തുന്നുന്നത് നിങ്ങൾ തന്നെ തുന്നി ഉണ്ടാക്കിയത് അല്ലേ? വൈഷ്ണവേ, അപ്പോൾ ഇത് കണ്ടുവരുന്നത് ഏത് ദൈവത്തിനാണത്? കുട്ടിശാസ്ത്രനും കണ്ടാറിനും ഇത് തന്നെയാണ്. കുട്ടിശാസ്ത്രം മാത്രം, ഏകദേശം ഇത് തന്നെയാണ്. കുട്ടിശാസ്ത്രം മാത്രം. ഇതിനെന്താ പറയാ? ചട്ട. അപ്പോൾ ഇത് കുട്ടിശാസ്ത്രൻ്റെ എങ്ങനെയാണ് ഇത് വരിക? പുറകിലൂടെ വന്നിട്ട് കൈകൾ മുമ്പിലേക്ക് വരും. ഏകദേശം ഈ ഒരു തെയ്യത്തിൻ്റെ, അതായത് ഇപ്പോൾ കുട്ടിച്ചാത്തനാണെങ്കിൽ കുട്ടിച്ചാത്തൻ്റെ ഈ ആടെ ആഭരണങ്ങളും ചമയങ്ങളെല്ലാം കൂടി എത്ര വെയിറ്റ് വരും? ഒരു കൗതുകം. 15 മേലെ വരും അല്ലേ? 15 കിലോ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു ദിവസം മുഴുവൻ അത് ഇട്ടിട്ട് ഉണ്ടല്ലോ, അഭ്യാസം ഉണ്ടല്ലോ. അപ്പോൾ വൈഷ്ണവേ, ഈ തെയ്യത്തിൻ്റെ
ഇപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പം ഒരു 10-20 കിലോൻ്റെ മേലോട്ട് ഒരു 40-50 കിലോ വരെയുള്ള ആഭരണങ്ങൾ വെച്ചിട്ടാണ് ഈ വലിയ വലിയ അഭ്യാസങ്ങൾ തെയ്യം കളിക്കുന്നത് പറഞ്ഞുകൂടാ. അപ്പം വൈഷ്ണവരോട് ഒന്ന് ചോദിക്കുന്നത്, അച്ഛനിപ്പം സർവീസിൽ നിന്ന് പിരിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം വൈഷ്ണവ് അങ്ങനെ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് തലത്തിലുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ്റിലില്ല, ഒരു ജ്വല്ലറിയിൽ എങ്ങനെ വർക്കാണോ സെയിൽസ്മാനാണോ എന്നത്? വർക്ക് ഇതായിട്ട് സെയിൽസ്മാൻ അല്ല, പണികൾ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് വേറെ എന്തെല്ലാം വൈഷ്ണവ് ചെയ്യുന്ന വർക്കുകൾ? അത് കൂടാണ്ട് ആർട്ട് എന്തെല്ലാം? ചിത്രം വരയുണ്ട്. എങ്ങനത്തെ ചിത്രങ്ങൾ? ഈ തെയ്യമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണോ അല്ല ബന്ധപ്പെട്ട് പിന്നെ മ്യൂറൽ പെയിന്റിങ് ഇതെടുന്ന ഈ മ്യൂറൽ പഠിച്ചെടുന്ന? ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചത്. നമുക്കെല്ലാം പഠിക്കാൻ പറ്റുമോ അത്? അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം. വൈഷ്ണവിൻ്റെ തെയ്യച്ചമയങ്ങളുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.